പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത എന്നാൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു ഗുഡ് ഫോർ നത്തിങ് ലൂസർ ബോയ് ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്ത് അവസാനം പ്രേമിൽ വരെ എത്തി സ്റ്റാറായി നിൽക്കുമ്പോഴാണ് നസ്ലിന്റെ ആലപ്പുഴ ജിങ്കാന അനൗൺസ് ചെയ്യുന്നത്. ഇതിൽ ബോക്സറായാണ് എത്തുന്നത് എന്ന് കേട്ടപ്പോൾ ഒപ്പം ചില പോസ്റ്ററുകൾ കൂടി കണ്ടപ്പോൾ ഇതിലൊരു വെറൈറ്റി കഥാപാത്രമായിരിക്കുമെന്ന് എന്നെ പോലെ നിങ്ങളും കരുതി കാണും. അങ്ങനെ ഹൈപ്പ് കൂടി നിൽക്കുന്ന സമയത്താണ് ഇത് ഗ്രേസ് മാർക്കിന് വേണ്ടി ബോക്സിംഗിന് പോയി തോറ്റ പിള്ളേരുടെ കഥയാണ് എന്ന് സംവിധായകൻ പറയുന്നത്. അത് കേട്ടപ്പോൾ ഇത് വീണ്ടും നസ്ലിന്റെ സേഫ് സോൺ തന്നെയാണല്ലോ എന്ന ചിന്തയാണ് വന്നത്. ആലപ്പുഴ ജിങ്കാന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. +2 തോറ്റ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കള്ളു കുടിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂട്ടുകാർ. അതിലൊരാളാണ് നസ്ലിന്റെ ജോജോ ജോൺ. ജോജോ ജോൺ നസ്ലിൻ ഇതുവരെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ തുടർച്ചയാണ്. കുറച്ച് കോഴിത്തരം, കുറച്ച് ഓവർ കോൺഫിഡൻസ്, കുറച്ച് പരിശ്രമം, അങ്ങനെ എല്ലാം ചേർന്ന് ഒരു സാധാരണക്കാരൻ ടീനേജ് ബോയ്. എന്നാൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ ടൈപ്പ് കഥാപാത്രങ്ങൾ നസ്ലിൻ മടുപ്പിച്ചു തുടങ്ങി എന്നൊന്നും അർത്ഥമില്ല. എന്നിരുന്നാലും ഇനിയും ഇത് തുടർന്നാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടില്ലേ എന്നൊരു തോന്നൽ. നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എല്ലാ കഥാപാത്രങ്ങൾക്കും ചുരുങ്ങിയ ചില മാനറിസങ്ങളിലൂടെ തന്നെ നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ്. ചെറുത്, വലുത്, ദീപക്, DJ, കോച്ച് ജോഷ്വ, ക്രിസ്റ്റഫർ, ജോജോയുടെ അച്ഛൻ, അമ്മ, ഇവർക്കൊക്കെ ചുരുങ്ങിയ ടൈമിൽ തന്നെ ഒരു പേഴ്സണാലിറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഒന്നും പേഴ്സണാലിറ്റിയെ വികസിപ്പിക്കാനോ ഒരു ക്യാരക്ടർ ആർക്ക് കൊടുക്കാനോ സിനിമ ശ്രമിക്കുന്നില്ല. ഒരു പക്ഷേ ചില സ്ഥിരം രീതികളെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമ ആയതുകൊണ്ടാകാം ഇങ്ങനെ. സിനിമ മൊത്തത്തിൽ പറഞ്ഞാൽ കുറെ ക്ലിഷേ ബ്രേക്കിംഗ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച ഒരു സാധനമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സ്പോർട്സ് ഡ്രാമ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നോ അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യും. അവസാനം ജോജോയുടെ അമ്മ പറയും പോലെ തോറ്റു തുന്നം പാടി ആംബുലൻസ് വരികയും ചെയ്യും. സിനിമ ഒരു ലൈറ്റ് ഫൺ മൂഡിൽ ഒരു ചെറു ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റിയതാണ്. കഥ നല്ല റിയലിസ്റ്റിക് ആണ്. ക്യാമറയാണ് സിനിമയെ സിനിമാറ്റിക് ആക്കുന്നത്. അവസാനത്തെ ഫൈറ്റ്, ബോക്സിംഗ് സീൻസ്, ഇതൊക്കെയാണ് സിനിമയിൽ ഒരു സ്പോർട്സ് ഡ്രാമ എന്ന നിലയ്ക്ക് കുറച്ച് അഡ്രിനാലിൻ റഷ് തരുന്നതും എന്ത് സംഭവിക്കും, ആര് ജയിക്കും എന്ന് ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നതും. അവിടെയൊക്കെ ഫൈറ്റ്, ക്യാമറയൊക്കെ രസമായിരുന്നു. കൂട്ടത്തിൽ ചെറുതിനാണ് കുറച്ചെങ്കിലും ഒരു ക്യാരക്ടർ ആർക്കൊക്കെ ഉള്ളത്. അതുവരെ എല്ലാവരും ചെറുത് എന്ന് വിളിക്കുന്നത് അവനത്ര രസിക്കുന്നില്ലായിരുന്നു എന്ന് വിജയിക്കുന്ന നിമിഷം അവൻ പറയുന്ന ഡയലോഗിലൂടെ കാണിക്കുന്നതൊക്കെ ഒരു അണ്ടർഡോഗ് വൈബ് തന്നു. നസ്ലിന്റെ കഥാപാത്രം വളരെ നാച്ചുറൽ ആയിരുന്നു. വായാടിത്തരം നന്നായി ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ അത് കാണാത്തതും എന്നാൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവന്റെ കഴിവ് അവസാനം അവനും മറ്റുള്ളവരും തിരിച്ചറിയുന്നതും ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും കൊള്ളാമായിരുന്നു. നായികയുടെ ഫൈറ്റ് കണ്ടപ്പോൾ ഡാൻസിംഗ് റോസിനെ ഓർമ്മ വന്നു. കുറച്ചേ ഉള്ളൂവെങ്കിലും വളരെ നന്നായിട്ടുണ്ട് നായികയും. ഒരു സിനിമയുടെ നായകനാവുക അഥവാ ഹീറോ ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഹീറോയിക് മൊമെന്റ്സ് ഒക്കെ ഇനി ഇയാളുടെ കൂടെയായിരിക്കും എന്നാവും കരുതുക. എന്നാൽ സിനിമയിൽ അത് നസ്ലിന്റെ കഥാപാത്രത്തിനല്ല, പകരം ദീപക് എന്ന കഥാപാത്രത്തിനാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ നസ്ലിൻ എങ്ങനെയാണ് ഹീറോ ആകുന്നത്? ആ ഒരു പോയിന്റ് ആണ് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നസ്ലിന്റെ കഥാപാത്രം ഹീറോ ആകുന്നത്, അതുപോലെ സ്പോർട്സ് ഡ്രാമയിൽ ഹീറോ ആകുന്നത് എതിരാളികളെ തോൽപ്പിച്ചിട്ടല്ല, പകരം തോൽവി പ്രശ്നമല്ല, പാർട്ടിസിപ്പേഷൻ വരെ ചിലപ്പോൾ വിജയമാണ്, ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. വളരെ സാധാരണക്കാരൻ എന്നതിലുപരി ചില ഹീറോ ഓറിയന്റഡ് സിനിമകളിലെ കോമഡി ചെയ്യുന്ന സഹനടന്റെ ക്ലീഷേ റോളാണ് ഇവിടെ ഹീറോ ആയി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടത്. അതൊരു രസകരമായ മാറ്റമായിരുന്നു. നായിക റിജക്ട് ചെയ്യുന്ന, മര്യാദയ്ക്ക് പഠിക്കുകയുമില്ല, കളിക്കാനും അറിയില്ല എന്ന് അമ്മ വരെ പറയുന്ന, ഓവർ കോൺഫിഡൻസ് കാട്ടി അടി വാങ്ങിക്കൂട്ടുന്ന, കോഴിത്തരം കാണിക്കുന്ന ഒരു നായകൻ. സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു. തോറ്റു മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പരസ്പരം തിരിച്ചറിയലും ആ ഒരു സന്തോഷവും ആ സിനിമ പോലെ അനുഭവിപ്പിക്കുന്നില്ലെങ്കിലും ചെറുതായി ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കോച്ച് ജോഷ്വ എന്തൊക്കെയോ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കോച്ച് എന്ന സ്ഥിരം കോച്ച് ഫോർമുലയിൽ ചെറുതായി ഒന്ന് കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ ക്ലിഷേ ബ്രേക്കിംഗ് ചെറുതായി പാളുന്നുണ്ട്. കോച്ചിന്റെ ടോയ്ലറ്റിൽ വെച്ചുള്ള ആ ഇടി വരെ നല്ല ഗംഭീരമായി എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം എന്നൊക്കെ തോന്നിയ ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. വലിയൊരു സംഭവമായും തോന്നിയില്ല, തീരെ മോശമായും തോന്നിയില്ല. നസ്ലിന്റെ കഥാപാത്രത്തിൽ വലിയ വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും സിനിമയുടെ കഥ കുറച്ച് വെറൈറ്റി ആയിരുന്നു. അപ്പൊ എന്താണ് ആലപ്പുഴ ജിങ്കാന എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.